Hi guys, welcome to Jupot. നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഇന്റഗ്രൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോയിൽ 5th പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണ്. വളരെ സിമ്പിൾ ആയുള്ള ടോപ്പിക് ആണ് ആൻഡ് എക്സാമിന് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് നിന്നാണ്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, ഇവിടെ ഒക്കെ എന്താ പ്രത്യേകത? ഫംഗ്ഷൻ എപ്പോഴും ഈ ഒരു റാഷണൽ ഫോമിലായിരിക്കും, അതായത് റാഷണൽ ഫംഗ്ഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ആ ഒരു ഫോമിലാണ് ഉണ്ടാകുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ആദ്യം ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്. അപ്പൊ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയണം. എടാ, പാർഷ്യൽ ഫ്രാക്ഷൻസിൽ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ഈ ഫോമിലായിരിക്കണം, റാഷണൽ ഫംഗ്ഷൻസ് ആയിരിക്കണം. റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതുക, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അതായത് ഒരു ഫംഗ്ഷന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പൊ ഈ റാഷണൽ ഫംഗ്ഷൻസിൽ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷന് മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ ഈ ഫംഗ്ഷനിൽ ന്യൂമറേറ്ററിലുള്ള പോളിനോമിയലിന്റെ പവർ ഡിനോമിനേറ്ററിലുള്ളതിനേക്കാളും ചെറുതായിരിക്കണം. അതായത് ഡിനോമിനേറ്ററിലായിരിക്കണം അവിടെ ഹയസ്റ്റ് പവർ വരേണ്ടത്. സോ നോക്കിക്കേ, പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻസ്. പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇത്രയല്ലടാ, പവർ ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ന്യൂമറേറ്ററിലുള്ളതിന്റെ പവർ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ആരെക്കാള്? ഡിനോമിനേറ്റർ ഉള്ളതിന്റെ പവറിനേക്കാൾ, പവർ ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ പവർ വരണമെങ്കിൽ പോളിനോമിയൽസ് ഇല്ലേ, അപ്പൊ പോളിനോമിയൽസ് മാത്രമേ നമ്മൾ ഇവിടെ യൂസും ചെയ്യുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഈസിയാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ. ആൻഡ് എന്താ പാർഷ്യൽ ഫ്രാക്ഷൻ എന്നുള്ളത്? എടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, എടാ ഞാനിപ്പോ ഒരു 1/4 അല്ലെങ്കിൽ വേണ്ട ഒരു 1/2 എഴുതി. ഈ 1/2 എനിക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 1/4 + 1/4 എന്ന് എഴുതി കൂടെ? അതായത് അര എന്ന് പറഞ്ഞാൽ എന്താ? കാൽ പ്ലസ് കാല് അല്ലേ, ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ ആണ് എന്ത്, ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു റാഷണൽ ഫംഗ്ഷനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പാർട്സ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും, ഓരോ പാർട്സ് ആയിട്ട്. ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഏത് തന്നാലും അതിനെങ്ങനെ പ്ലസ് ഇട്ട് ഇങ്ങനെ എഴുതി കൊടുക്കും. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതൊന്നുമല്ല. ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ഒരു ഫോമിലായിരിക്കും. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഇത്, രണ്ടാമത്തത് ഇത്, മൂന്നാമത്തത് ഇത്. ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ടെന്ന് ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, അത് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. നമുക്ക് എപ്പോഴും ഉണ്ടാവുക ഡിനോമിനേറ്ററിൽ ഫാക്ടേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പവറിന്റെ കേസ് പറഞ്ഞു. അപ്പൊ അത് ഇങ്ങനെ ഉണ്ടാകുന്ന കേസിൽ നിങ്ങൾക്ക് ജി ഓഫ് എക്സിൽ, അതായത് ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക ഇങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ടാ. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് എ, എക്സ് മൈനസ് ബി, എക്സ് മൈനസ് സി, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് ബി, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പൊ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു ലീനിയറാ, ശരിയല്ലേ? ഇതും ഒരു ലീനിയറാ. അപ്പൊ രണ്ട് ലീനിയർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്നത് മൈൻഡേ ചെയ്യേണ്ട. ഈ ഫോമിലായിരിക്കും നിങ്ങളുടെ ഫംഗ്ഷൻ ഉണ്ടായിരുക, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഈ ഫോമിലായിരിക്കും. നിങ്ങൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ എഴുതുക. പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോമാണ് കേട്ടോ ഇത്. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, സമ്മായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പൊ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതുന്ന ഫോം എന്ന് പറഞ്ഞാൽ ലീനിയർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, ഒരു കോൺസ്റ്റന്റ് ബൈ ഫസ്റ്റ് ലീനിയർ പ്ലസ് വീണ്ടും അടുത്തൊരു കോൺസ്റ്റന്റ് ബൈ സെക്കൻഡ് ലീനിയർ. ശരിയല്ല? നോക്കിക്കേ, ലീനിയർ ലീനിയർ, കോൺസ്റ്റന്റ് ബൈ ലീനിയർ പ്ലസ് കോൺസ്റ്റന്റ് ബൈ അടുത്ത ലീനിയർ. ഇനിതാ ഡിനോമിനേറ്ററിൽ വരുന്നത് ഇത് ലീനിയറിന്റെ സ്ക്വയറാ. ലീനിയറിന്റെ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നോക്കിക്കേ, ഇത് ലീനിയർ ആണ്, അതിന്റെ സ്ക്വയർ അവിടെ ഉള്ളത്. ലീനിയറിന്റെ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ബൈ ആ ലീനിയർ ആദ്യം എഴുതുക, പ്ലസ് ഒരു കോൺസ്റ്റന്റ് ബൈ ആ ലീനിയറിന്റെ സ്ക്വയർ എഴുതുക. സിമ്പിൾ ആണ്. അടുത്ത നോക്കിക്കോ, ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ആണ്, ഇവിടെ എന്തായാലും ഇത് എക്സ്പാൻഡ് ചെയ്താൽ സെക്കൻഡ് ഡിഗ്രി. ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ആണ്, ഇവിടെ എക്സ്പാൻഡ് ചെയ്താൽ ഇത് സെക്കൻഡ് ഡിഗ്രി. അപ്പൊ ന്യൂമറേറ്ററിലെ പവർ ചെറുതാ, എല്ലായിടത്തും അങ്ങനെ തന്നെ ഉള്ളത്. സോ നോക്കി, ഇവിടെ സെക്കൻഡ് ഡിഗ്രി, ഇതെല്ലാം കൂടി എക്സ്പാൻഡ് ചെയ്താൽ പവർ എക്സ് 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 റൈസ് ടു 3 വരും, അതായത് തേർഡ് ഡിഗ്രി. സോ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇത് ലീനിയർ, ഇത് ലീനിയർ, ഇത് ലീനിയർ. അപ്പൊ ന്യൂമറേറ്ററിലുള്ളത് മാത്രം നോക്കിയാൽ മതി. കോൺസ്റ്റന്റ് ബൈ ലീനിയർ പ്ലസ് കോൺസ്റ്റന്റ് ബൈ അടുത്ത ലീനിയർ പ്ലസ് കോൺസ്റ്റന്റ് ബൈ അടുത്ത ലീനിയർ. മൂന്നെണ്ണല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി അടുത്ത് നോക്കിക്കോ, ഇത് ലീനിയറിന്റെ സ്ക്വയർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീനിയറിന്റെ സ്ക്വയർ ആൻഡ് ഇത് ലീനിയർ. അപ്പൊ എങ്ങനെ എഴുതണോ? ഫസ്റ്റ് ഈ ലീനിയർ എഴുതാ, കോൺസ്റ്റന്റ് ബൈ ഈ ലീനിയർ. ലീനിയറിന്റെ സ്ക്വയർ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു, പ്ലസ്
ബി അടുത്ത കോൺസ്റ്റന്റ് ബൈ ആ ലീനിയറിന്റെ സ്ക്വയർ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ബൈ ഇവിടെയുള്ള ഈ ലീനിയർ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഒരു ഇതുകൂടി ഉണ്ട്, ഇതുകൂടി ഒന്ന് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഇത് അങ്ങനെ വരാറൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ലീനിയർ ആണ്, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. സോ ഇതിനെ നിങ്ങൾക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിനെ എഴുതേണ്ടത് ലീനിയർ വന്നതുകൊണ്ട് കോൺസ്റ്റന്റ് ബൈ ലീനിയർ, അടുത്തത് പ്ലസ് ക്വാഡ്രാറ്റിക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതേണ്ടത് ബി എക്സ് പ്ലസ് സി ബൈ ക്വാഡ്രാറ്റിക് എന്നാണ്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്, ഇത് നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കേണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് വളരെ അടിപൊളിയാക്കി മനസ്സിലാക്കിയിട്ട് എഴുതാം. സോ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ദാ ഇങ്ങനെ വന്നാൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാഡ്രാറ്റിക് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോൺസ്റ്റന്റ് ബൈ ആദ്യത്തെ ലീനിയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ബിയും സി ഒക്കെ എന്താണ് കോൺസ്റ്റന്റാ ബൈ ദിസ് ക്വാഡ്രാറ്റിക്. ഇത്രയേ ഉള്ളൂടാ, സിമ്പിൾ ആണ്. ഇനി പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിൽ നോക്കിക്കേ, ഫാക്ടേഴ്സിന്റെ ഫോമിലാണ് ഡിനോമിനേറ്റർ ഉള്ളത്. ഇതിന്റെ പവർ ഹയസ്റ്റ് പവർ 1, ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ. അപ്പൊ പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻസ് ആണ്. പാർഷ്യൽ ഫ്രാക്ഷനെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ എങ്ങനെ മനസ്സിലാക്കുക? ഇങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കണ്ടില്ലേ, ഫാക്ടേഴ്സ് ആയിട്ട് പോളിനോമിയൽസ് ആണ് ഉണ്ടാവുക. ഇവിടെ പോളിനോമിയൽസ് അല്ല, പക്ഷെ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് പോളിനോമിയൽ ആക്കും. നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫാക്ടേഴ്സ് ആയിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. സോ നോക്കിക്കേ, എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഞാൻ ആദ്യം ഒന്ന് എഴുതുക, എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഇതിനെ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ ലീനിയർ ആണ് ഡിനോമിനേറ്ററിൽ രണ്ടുള്ളത്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ബൈ ഫസ്റ്റ് ലീനിയർ പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ബൈ രണ്ടാമത്തെ ലീനിയർ കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് എൻ്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇതിനെയാണ് ഈ ഫംഗ്ഷന് പകരം ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ എന്റെ ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എന്റെ ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത് നോക്കിക്കേ, എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2. ഇവിടെയൊക്കെ നിങ്ങളുടെ ഈ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിലുള്ളത് എന്താ നോക്കുക. അതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ നോക്കിക്കുക, ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ അതേപോലെ തന്നെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എന്നിട്ട് ഈ എക്സ് പ്ലസ് 2 ഈ എക്സ് പ്ലസ് 2 ക്യാൻസൽ ചെയ്യുക, ഈ എക്സ് പ്ലസ് 1 ഈ എക്സ് പ്ലസ് 1 ക്യാൻസൽ ചെയ്യുക, ഈ ടേമും ക്യാൻസൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നാണ്. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എൻ്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. എൻ്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഈ ഇക്വേഷനിൽ ഇവിടെയുള്ള ഈ ഇക്വേഷനിൽ എക്സിന് പകരം ഇവിടെ -1 കൊടുത്താൽ ഈ ബി ടേം 0 ആയി പോകും. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സിന് പകരം -2 കൊടുത്താൽ ഈ ടേം 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്റെയും ബിന്റെ വാല്യൂ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ ഫംഗ്ഷനിൽ റീപ്ലേസ് ചെയ്യുക. സിമ്പിൾ ആയുള്ള കാര്യം. അപ്പൊ നോക്കിക്കോ, ഈ ഒരു സംഭവമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ എന്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. എക്സിന് ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എക്സ് ഈക്വൽ ടു -2. എക്സിന് -2 കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ എന്തായാലും എക്സ് ഈക്വൽ ടു -2 അങ്ങനെ തന്നെ വരും. ഇവിടെ ഇത് 0 ആയി പോകും. എ ഇൻറ്റു 0 എന്നാണ് വരിക. പ്ലസ് ഇവിടെ എന്താ സംഭവിക്കുക? ബി ഇൻറ്റു -2 പ്ലസ് 1. അപ്പൊ -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് -2 ഈക്വൽ ടു -b എന്നായിരിക്കും. -1 ഇൻറ്റു ബി -b. അങ്ങനെയാണ് ബിന്റെ വാല്യൂ എന്താ? ബി ഈക്വൽ ടു 2. അപ്പൊ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആ. ഇനി അടുത്തത് എക്സിന് ഞാൻ കൊടുക്കാൻ പോകുന്ന വാല്യൂ ഇവിടെ 1 അല്ലേ ഉള്ളത്. അപ്പൊ -1 കൊടുത്താൽ ഈ ടേം 0 ആയി പോലെ. എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ നോക്കിക്കടാ, ലെഫ്റ്റിൽ -1 എക്സിന് പകരമാണ് കൊടുക്കുന്നത്. എ ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു -1 പ്ലസ് 1 എന്ന് വരും. അത് 0 ആയി പോകും, ഒരു പ്രശ്നവുമില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയി പോകും. ഇവിടെ -1 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അവരെ 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ, ആൻഡ് എന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എത്രയാ? -1. അപ്പൊ എയും കിട്ടി, ബിയും കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഭവം ഇതല്ല ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതിന് പകരമല്ല ഇതുള്ളത്. ഇതിൽ എന്റെയും ബിന്റെയും വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എഴുതിക്കടാ, എക്സ് ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഈ ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, എ ബൈ എക്സ് പ്ലസ് 1, എ ബൈ എക്സ് പ്ലസ് 1, എക്ക് പകരം -1. അപ്പൊ -1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ് പ്ലസ് അടുത്ത ഒരാൾ കൂടി ഉണ്ടല്ലോ, ബി ബൈ എക്സ് പ്ലസ് 2, ബിക്ക് പകരം 2. അപ്പൊ 2 ബൈ എക്സ് പ്ലസ് 2 ഡി എക്സ്. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുന്ന് ഞാൻ മൈനസ് പുറത്തെടുത്തു. അപ്പൊ മൈനസ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ് എന്ന് വരും. ആൻഡ് ഇവിടുന്ന് ഞാൻ 2 പുറത്തെടുത്തു. അപ്പൊ ഇന്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് 2 എന്ന് വരും. ശരിയല്ലേ? സ്പ്ലിറ്റ് ചെയ്തുകൂടെ ഈ ഇന്റഗ്രലിന്? ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല.
അപ്പോൾ ഇവിടെ 2 dx വേണ്ട, ഇവിടെ മൊത്തത്തിൽ നമ്മൾ ഒരു dx ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, റെഡി. സോ അങ്ങനെയാണെങ്കിൽ എടാ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. -1/x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരുന്നു ആൻസർ? ഇന്റഗ്രൽ മൈനസ് വേണ്ട, മൈനസ് നമുക്ക് പുറത്തിടാം. ഇന്റഗ്രൽ 1/x ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താ? log x അല്ലേ, log mod x അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, log mod x പ്ലസ് സി ട്ടോ. ഇവിടെ നിങ്ങൾ അത് മാറ്റി ചെയ്താൽ 1/x+1 ആണെങ്കിൽ log mod x+1, സോ മൈനസ് പുറത്തുണ്ട്, മൈനസ് log mod x+1 പ്ലസ് സി ലാസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. 2 into 1/x+2 ആണെങ്കിലോ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, പിന്നെ അതെന്നെ എഴുതിയാൽ മതി, log mod x+2. ഫൈനലി ഒരു സി കൂടി ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ടുള്ള കാര്യം. എടാ ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടി ഷോർട്ട് ചെയ്യാം, ഇത് നിങ്ങൾ പഠിച്ചതാണ്. log a⁻b ആണെങ്കിൽ അതിനെ നിങ്ങൾക്ക് b log a എന്ന് എഴുതാം. log ഇതാ ഓർത്ത് വെക്കണേ, log a/b ആണെങ്കിൽ അത് നിങ്ങൾക്ക് log a മൈനസ് log b എന്ന് എഴുതാം. തിരിച്ചും log a മൈനസ് log b ആണ് log a/b. അതേപോലെ തന്നെ log ab എന്നുള്ളത് log a പ്ലസ് log b എന്ന് എഴുതാം. തിരിച്ചും log a പ്ലസ് log b ആണെങ്കിൽ അത് log ab. അറിയാവുന്നതല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേട്ടാ, ഈസിയാണ്. ഇവിടെ ഇപ്പം എനിക്കുള്ളത് ഇത് ഞാൻ ആദ്യം എഴുതാൻ പോവാ. ആദ്യം എഴുതുമ്പോൾ ഇതെന്തായാലും പുറത്തുള്ളത് ഇതിന്റെ പവറിലേക്ക് എഴുതാം. അപ്പൊ log x+2 ഹോൾ സ്ക്വയർ, x+2 ഹോൾ സ്ക്വയർ മോഡ് മൈനസ് log x+1. ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നോക്ക്, log a മൈനസ് log b, അങ്ങനെയാണ് ആൻസർ എന്താ? log a/b. അപ്പൊ x+2 ഹോൾ സ്ക്വയർ ബൈ x+1, അതിനൊരു മോഡ് ഇട്ട് കൊടുക്കുക, പ്ലസ് സി. ഇതായിരിക്കും എന്ത് നിങ്ങളുടെ അതിന്റെ ആൻസർ. ഈ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തോ, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. cos x by sin x minus 1 into sin x minus 2 പോളിനോമിയൽ ഫംഗ്ഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇത് ട്രിഗണോമെട്രിയുടെ ഫോമിലേക്ക് വന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ നിങ്ങൾ ആ sin x പകരം ഒന്ന് t കൊടുത്തേ. sin x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ cos x മുകളിലുണ്ടല്ലേ. അപ്പൊ sin x t ആണെങ്കിൽ നോക്കിക്കേ, sin x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? cos x. അപ്പൊ cos x dx എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? dt. ശരിയല്ലേ? dt/dx രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു dx നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഈ ഫംഗ്ഷനെ മാറ്റി എഴുതി കൂടെ? ഈ ഫംഗ്ഷൻ cos x dx ഉണ്ടെങ്കിൽ എനിക്ക് അതിന് പകരം dt എന്ന് എഴുതി കൂടെ? ഡിവൈഡഡ് ബൈ sin x പകരം t കൊടുത്തത്, അപ്പൊ t-1, sin x പകരം t കൊടുത്തത്, അപ്പൊ t-2. ഇങ്ങനെ എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സംഭവം. ഇനി നോക്കിക്കേ, വളരെ കൃത്യമായി ശ്രദ്ധിച്ചോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇതൊരു ലീനിയർ ആണ്, ഇതൊരു ലീനിയറാ. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ന്യൂമറേറ്ററിൽ 1 ആണുള്ളത്, 1/t-1 into t-2. t-1 into t-2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ a/ ഫസ്റ്റ് ലീനിയർ പ്ലസ് b/ രണ്ടാമത്തെ ലീനിയർ. ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഡിനോമിനേറ്ററിലുള്ള ടേം, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷന്റെ ഡിനോമിനേറ്ററിലുള്ള ടേം കൊണ്ട് നമ്മൾ ഈ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുക ഈ ഫസ്റ്റ് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈ ടേമുകൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ 1 എന്ന് വരും. ഇവിടെ നിങ്ങൾ t-1 into t-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ t-1 ക്യാൻസൽ ചെയ്തു, ആൻഡ് അതിന്റെ കൂടെ t-2 മാത്രമേ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ t-1 t-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ t-2 ക്യാൻസൽ ചെയ്തു, ഒരു t-1 മാത്രമേ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇനി നോക്കിക്കേ, നിങ്ങൾക്ക് എൻ്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മൾ കൊടുത്ത ചേഞ്ച്. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എൻ്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കൊടുക്കാം? 2 അല്ലാതെ 1 കൊടുത്തിട്ടെങ്കിലും കാര്യമല്ല. കാരണം എക്ക് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടിക്ക് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എക്കല്ല, ടിക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എടാ അറ്റ് t = 2, t 2 ആകുമ്പോൾ അത് മൊത്തം 0 ആയി പോയില്ലേ. അങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ 1, ഇതെന്തായാലും a into 2-2 എന്ന് വരും, അത് 0 ആയി പോകും, പ്ലസ് b into 2-1. 2-1 എന്ന് പറഞ്ഞാൽ 1 1 into b എന്ന് പറഞ്ഞാൽ b, ഇത് 0 ആയി പോകും. അപ്പൊ 1 = b എന്ന് കിട്ടും. അപ്പൊ ബിയുടെ വാല്യൂ എന്താ? 1. ഇനി അടുത്തത് 2 കൊടുത്ത് ടിക്ക്, അപ്പൊ ഇത് 0 ആയി പോയി, ആൻഡ് ബിന്റെ വാല്യൂ കിട്ടി. ഇനി ടിക്ക് പകരം 1 കൊടുത്താൽ ഇത് 0 ആയി പോകും, എന്റെ വാല്യൂ കിട്ടും. അപ്പൊ നോക്കിക്കേ, 1 = a into 1-2 പ്ലസ് b into 1-1. ഇത് 0 ആയി പോകില്ലേ. 1-2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ. -1 into a എന്ന് പറഞ്ഞാൽ -a = 1 ആണെങ്കിൽ എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 കിട്ടി. അപ്പൊ എന്തൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി? എയും കിട്ടി, ബിയും കിട്ടി. സിമ്പിളാ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്റെയും ഇവിടെ ബിന്റെയും വാല്യൂ റീപ്ലേസ് ചെയ്യാലോ. അപ്പൊ നോക്കിയേ, ഇന്റഗ്രൽ 1/t-1 into t-2 dt = നിങ്ങൾ എങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്? a/t-1, a എന്ന് പറഞ്ഞാൽ -1/t-1 പ്ലസ് അടുത്തത് എന്താ നോക്കിക്കേ, b/t-2, ബിന്റെ വാല്യൂ 1, അപ്പൊ 1/t-2. ഇത്രയേ ഉള്ളൂ, ഈസി ആണല്ലോ. മൊത്തത്തിൽ എന്ത് ചെയ്യുക? dt ഇട്ട് കൊടുത്താൽ മതി. റെഡി. ഇനി സ്പ്ലിറ്റ് ചെയ്തോ.
ഫസ്റ്റ് മൈനസ് പുറത്തിറങ്ങി 1/t-1 dt പ്ലസ് 1/t-2 dt. ഓക്കെ ആണേ. ഇനി ഇവിടെ മൈനസ് ഉണ്ടല്ലേ, മൈനസ് ലോഗ് മോഡ് t-1 എന്നല്ലേ വരിക, ലോഗ് മോഡ് t-1 പ്ലസ് ലോഗ് മോഡ് ഇവിടുത്തതോ t-2. ഇന്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെയല്ലേ കിട്ടുക, ശരിയല്ലേ? 1/x ആണെങ്കിൽ ലോഗ് മോഡ് x, അപ്പൊ 1/t-2 ആണെങ്കിൽ ലോഗ് മോഡ് t-2 പ്ലസ് c. ഇനി നോക്കിക്കേ, ഇതൊന്നുകൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് അടിപൊളിയാക്കി എഴുതിക്കൂടെ, ലോഗ് t-2 മൈനസ് ലോഗ് t-1 എന്ന് വരും. അതായത് നിങ്ങൾക്ക് അടിപൊളിയാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞ ഫോമിൽ വരുതാടാ, ഇങ്ങനെ വരും. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾ ലോഗ് a/b എന്നാക്കി എഴുതിക്കോ, ലോഗ് t-2 ഡിവൈഡഡ് ബൈ t-1 പ്ലസ് സി. ഇതാണ് അതിൻ്റെ ആൻസർ. ഇവിടെ നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല, കറക്റ്റാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ, ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ടീൻ്റെ വാല്യൂ അറിയാവുന്നത് കൊണ്ട് വേണമെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം. ലോഗ് ടീൻ്റെ വാല്യൂ എന്തായാലും നമ്മൾ കൊടുത്ത സൈൻ എക്സ് അല്ലേ, അപ്പോൾ ദാ ലോഗ് മോഡ് sin x-2 ഡിവൈഡഡ് ബൈ sin x-1 പ്ലസ് സി. ഇങ്ങനെ എഴുതിക്കോ. ടീനെ റീപ്ലേസ് ചെയ്തോ. ഓക്കെ, ടീനെ നമുക്ക് അറിയാലോ. സോ അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി ചെയ്താ, 3x-1 ഡിവൈഡഡ് ബൈ x-1 ഇൻറ്റു x-2 ഇൻറ്റു x-3. അപ്പോൾ ഇതാ 3 ലീനിയർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് ബൈ ആദ്യത്തെ ലീനിയർ പ്ലസ് കോൺസ്റ്റന്റ് ബൈ അടുത്ത ലീനിയർ പ്ലസ് കോൺസ്റ്റന്റ് മൂന്നാമത്തെ കോൺസ്റ്റന്റ് അറിയുമ്പോൾ നിങ്ങൾ പുതിയൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സി അടുത്ത ലീനിയർ. ഇനി നോക്കിക്കേടാ, എല്ലായിടത്തും ഈ ഡിനോമിനേറ്ററിലെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ 3x-1 മാത്രമേ ഉണ്ടാവും. ആൻഡ് ഇവിടെ നിങ്ങൾ x-1 x-2 x-3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ x-1 x-1 ക്യാൻസൽ ചെയ്തു. അപ്പോൾ a ഇൻറ്റു x-2 ഇൻറ്റു x-3 എന്ന് വരിക, ശരിയല്ലേ? ഇവിടെ നിങ്ങൾ x-1 x-2 x-3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x-2 x-2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് x-1 x-3 മാത്രമേ ബാലൻസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x-3 x-3 ക്യാൻസൽ ചെയ്ത് പോയിട്ട് x-1 x-2 മാത്രമേ ബാലൻസ് ആയിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇനി ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്റെ വാല്യൂ കിട്ടണം, ബിന്റെ വാല്യൂ കിട്ടണം, സിന്റെ വാല്യൂ കിട്ടണം. നിങ്ങൾക്ക് ഓരോന്നായിട്ട് കൊടുക്കാലോ. എക്സിന് പകരം ഫസ്റ്റ് 2 കൊടുത്തോ. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേം 0 ആയി പോകും, ഈ ടേമും 0 ആയി പോകും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് ബിന്റെ വാല്യൂ ആയിരിക്കും. നോക്കാം നമുക്ക്. ഫസ്റ്റ് അറ്റ് എക്സ് is equal to, ഇവിടെ 2 ആണ് ഞാൻ കൊടുക്കുന്നത്. എക്സ് 2 ആകുമ്പോൾ 3 × 2 6, 6 - 1 = 2. എടാ 2 കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, 2 - 2 എ ഉള്ള ടേം എന്തായി പോകും, 0 ആയി പോകും. എ ഉള്ള ടേം 0 ആയി പോകും. ബി ഉള്ള ടേം എന്താ സംഭവിക്കാൻ നോക്കിക്കേ, ബി ഇൻറ്റു 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആ. അപ്പോൾ 2 - 1 ഇൻറ്റു 2 - 3, 2 - 3 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് സി ഇൻറ്റു ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 - 2 0, ഈ ടേം മൊത്തം 0 ആയി പോകും. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ വരിക. 5 = 2 - 1 1, 2 - 3 -1, 1 × -1 -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -b, അതായത് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -5. അപ്പോൾ ബി ആണ് ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയത്, -5. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ഞാൻ കൊടുക്കാൻ പോകുന്നത് 3 ആ. 3 കൊടുക്കുമ്പോൾ ഇവിടെ 3 കൊടുക്കുമ്പോൾ ഇത് 0, ഇതും 0. അങ്ങനെയാണ് സിന്റെ വാല്യൂ കിട്ടും. അറ്റ് x = 3 കൊടുക്കുമ്പോൾ നോക്കിക്കുക, 3 × 3 9, 9 - 1 എന്നാ വരിക. 9 - 1 = ഇത് ഞാൻ എഴുതുന്നില്ല, ഇത് 0 ആയി പോകും. ഇതും ഞാൻ എഴുതുന്നില്ല, ഇതും 0 ആയി പോകും. അപ്പോൾ സി ഇൻറ്റു 3 - 1 ഇൻറ്റു 3 - 2. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ നോക്കിക്കേ, 1 × 3 - 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 2. അപ്പോൾ 2c എന്ന് വരും. 9 - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 അല്ലേ. അപ്പോൾ 8 = 2c എന്ന് വരും. അങ്ങനെയാണ് സി എന്തായിരിക്കും, 8/2. 8/2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ സിന്റെ വാല്യൂയും കിട്ടി. അപ്പോൾ സിയും കിട്ടി. ഇനി ഒരാൾ കൂടി വേണം. ആരാണ്? എ. ബിയും കിട്ടി, സിയും കിട്ടി, എ വേണം. എ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്തോതാ, 1 കൊടുത്തോ എക്സിന് പകരം. അപ്പൊ എക്സിന് പകരം 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയും കിട്ടും. സോ എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ടേം 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. കാരണം ഇവിടെ രണ്ടിടത്ത് 1 ഉണ്ട്. 1 - 1 ഇതും 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ 3 × 1 3 -1 = ഇവിടെ മാത്രം a × 1 - 2 × 1 - 3. മറ്റേതൊക്കെ 0 ആയി പോലെ, +0 +0 എന്നാ വരിക, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, -1 × 1 - 3 എന്ന് പറഞ്ഞാൽ -2, -2 × -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആ കിട്ടുക, ശരിയല്ലേ? -1 × -2 2. അപ്പൊ 2a = 3 - 1 എന്താ 2. അപ്പൊ 2/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, അതായിരിക്കും എന്ത്, നിങ്ങളുടെ എന്റെ വാല്യൂ. അപ്പൊ 1 = a എന്ന് കിട്ടും. സിമ്പിൾ. അപ്പൊ എയും കിട്ടി, എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്താലോ.
സിമ്പിൾ ആണ്, ഒരു പ്രശ്നവുമില്ല. ഇന്റഗ്രൽ 3x minus 1 dx divided by x minus 1 into x minus 2 into x minus 3. നിങ്ങൾ ഇതിനെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്? ഇന്റഗ്രൽ ദാ a by x minus 1. ഇനി ഞാൻ ഓരോന്നായിട്ട് എഴുതിയാൽ പോരെ? എന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയത് 1 ആ. അപ്പൊ എനിക്ക് 1 by x minus 1 dx പ്ലസ് അടുത്തത് എഴുതട്ടെ, മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യാണ്. ബിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? b by x minus 2, b minus 5 ആ. അപ്പൊ -5 by x minus 2 ശരിയല്ലേ, dx പ്ലസ് സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയ എത്രയാ? 4 ആ. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് 4 by x minus 3 dx എന്നാ. ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ആൻസർ ലോഗ് മോഡ് x minus 1 എന്ന് വരും. ഇവിടെ മൈനസ് പുറത്തിറങ്ങും. അപ്പൊ ദാ 5 ഉണ്ട് ആൻഡ് ലോഗ് മോഡ് x minus 2 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. ശരിയല്ലേ? 1 by x minus 2 ആണ് ലോഗ് മോഡ് x minus 2. -5 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ പ്ലസ് 4 കോൺസ്റ്റന്റ് പുറത്തിറങ്ങും. 1 by x minus 3 ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് മോഡ് x minus 3. ഇത്രയാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ഇതിനൊന്നുകൂടി അടിപൊളിയാക്കി ചെയ്തട്ടോ, പ്രശ്നമൊന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിന് അടിപൊളിയാക്കി ചെയ്താൽ ലോഗ് a മൈനസ് ബി, ഇത് ലോഗ് a ബൈ ബി എന്ന് എഴുതാം. ഇവിടെ ഒരു പ്ലസ് കൂടി ഇല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തോ. അപ്പൊ ലോഗ് മോഡ് x minus 1 പ്ലസ് ഈ 4 ഇതിന്റെ പവറിൽ കയറും. ശരിയല്ലേ? ലോഗിന്റെ പ്രോപ്പർട്ടി. അപ്പൊ ലോഗ് x minus 3 ഓൾ റൈസ് ടു 4 എന്ന് വരും. കറക്റ്റ് ആണ്. മൈനസ് ഈ 5 ഈ x minus 2ന്റെ പവറിൽ കയറും. അപ്പൊ ലോഗ് x minus 2 ഓൾ റൈസ് ടു 5. ശരിയല്ലേ? ലോഗ് a റൈസ് ടു ബി ആണ്, b ലോഗ് a. അപ്പൊ b ലോഗ് a ആണെങ്കിൽ ലോഗ് a റൈസ് ടു b. റെഡി? സോ നോക്കിക്കേ, ഇത് ലോഗ് a പ്ലസ് ലോഗ് ബി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ലോഗ് എ ബി എന്ന് എഴുതാൻ പറ്റും. എ ബി എന്ന് പറഞ്ഞാൽ x minus 1 into x minus 3 ഓൾ റൈസ് ടു 4. ഓക്കെ, എഴുതുന്നതിന് തെറ്റുണ്ടോ? ഇല്ല. മൈനസ് ഒരാൾ കൂടി ഉണ്ട്, ലോഗ് മോഡ് x minus 2 റൈസ് ടു 5 പ്ലസ് ലാസ്റ്റ് എന്ത് ഇട്ട് കൊടുക്കുക? ആ സിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിപ്പോ ലോഗ് എ മൈനസ് ലോഗ് ബി ആ. വേണമെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാക്കി എഴുതാം. ലോഗ് എ ബൈ ബി ഫോമിൽ എഴുതാം. എ എന്ന് പറഞ്ഞാൽ x minus 1 into x minus 3 all raised to 4 by b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ x minus 2 all raised to 5. അപ്പൊ ലോഗ് a by b ഫോമിൽ എഴുതിയല്ലോ, പ്ലസ് സി. ഇതായിരിക്കും അപ്പൊ എന്ത് നിങ്ങളുടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അഥവാ ഇവിടെ ഒന്ന് എഴുതി എത്താൻ നിങ്ങൾക്ക് ആവുന്നില്ല, ഇവിടെ നിർത്തിയാലും ആൻസർ കറക്റ്റ് ആട്ടോ, ഒരു പ്രശ്നവുമില്ല, മാർക്ക് കിട്ടും. റെഡി? ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഫോം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, x minus 1 all square into x plus 2. ഇതെങ്ങനെയാ ചെയ്യുക? ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മാറ്റേണ്ടത്? x by x minus 2 all square. എടാ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ആയിട്ട് തന്നത് ലീനിയറിന്റെ സ്ക്വയറും ലീനിയറും. അപ്പൊ നിങ്ങൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതണം? a ബൈ ലീനിയർ പ്ലസ് b ബൈ ആ ലീനിയറിന്റെ സ്ക്വയർ. ഇങ്ങനെയല്ല എഴുതേണ്ടത്. പ്ലസ് c ബൈ അടുത്ത ലീനിയർ ഉണ്ട് x plus 2. റെഡി? ഇനി നേരത്തെ പറഞ്ഞ ട്രിക്ക് എല്ലായിടത്തും നിങ്ങൾ ഡിനോമിനേറ്ററിലുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ ഉള്ളത് നോക്കിക്കേ, x ബൈ x minus 1 ഓൾ സ്ക്വയർ x plus 2. ഇവിടെ ഉള്ളത് a ബൈ x minus 1 പ്ലസ് ഇവിടെ ഉള്ളത് b ബൈ x minus 1 ഹോൾ സ്ക്വയർ പ്ലസ് c ബൈ x plus 2. എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കിക്കോ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചില ടേംസ് ക്യാൻസൽ ചെയ്തു. x minus 1 ഹോൾ സ്ക്വയർ x plus 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെയും ഈ ടേംസ് ക്യാൻസൽ ചെയ്തു ഇല്ലേ? ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് അതേ സംഭവം കൊണ്ട് തന്നെ x minus 1 ഹോൾ സ്ക്വയർ x plus 2. അപ്പൊ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ഈ സ്ക്വയറുള്ള ഒന്നും ക്യാൻസൽ ചെയ്തു. ശരിയല്ലേ? ഇവിടെ x minus 1 ഹോൾ സ്ക്വയർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x minus 1 ഹോൾ സ്ക്വയർ x plus 2. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ x minus 1 ഹോൾ സ്ക്വയർ ഇതും ക്യാൻസൽ ചെയ്തു. കറക്റ്റ് അല്ലേ? ഇവിടെ x minus 1 ഹോൾ സ്ക്വയർ ഇൻറ്റു x plus 2. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ x plus 2 ഈ x plus 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ അതായത് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെയാ, x ഈക്വൽ ടു a ഇൻറ്റു x minus 1 ഇൻറ്റു x plus 2 പ്ലസ് b ഇൻറ്റു x plus 2 പ്ലസ് c ഇൻറ്റു x minus 1 ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇനി എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഒക്കെ വാല്യൂസ് വേണം. ശരിയല്ലേ? അപ്പൊ ആ വാല്യൂസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണ്, ഏതെങ്കിലുമൊക്കെ ഒരു ടേമിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ 0 ആയി മാറും. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഞാനിവിടെ 1 കൊടുക്കുക. 1 കൊടുത്താൽ 1 minus 1 ഈ ടേം 0 ആയി പോകും. 1 minus 1 0 ഈ ടേമും 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ എടാ ഫസ്റ്റ് അറ്റ് x ഈക്വൽ ടു 1, എക്സിന് 1 കൊടുത്താൽ 1 ഈക്വൽ ടു 1 minus 1 ഈ ടേം 0 ആയി പോകും. 0 വന്നിട്ടുണ്ടെങ്കിൽ ഇനി ടേം മൊത്തം 0 ആയി പോകും. 1 minus 1 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ടേമും 0 ആയി പോകും. അപ്പൊ ഇവിടെ മാത്രം നിങ്ങൾ 1 കൊടുത്താൽ മതി. അപ്പൊ 1 plus 2 എന്ന് പറഞ്ഞാൽ 3 ആ. അപ്പൊ b ഇൻറ്റു 1 plus 2 എന്ന് വരും. അതായത് 1 plus 2 ആണ്, 1 plus 3 അല്ല. b ഇൻറ്റു 1 plus 2 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് 3b ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 ഈക്വൽ ടു 3b എന്ന് കിട്ടും. ആൻഡ് അങ്ങനെയാണ് നിങ്ങളുടെ ബിന്റെ വാല്യൂ എന്താ? 1/3. അപ്പൊ ബിന്റെ വാല്യൂ കിട്ടി.
സിമ്പിൾ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് എന്താ നോക്കേണ്ടത്? വേറെ എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടുമോ? എടാ ഉണ്ട്. ഇവിടെ എക്സിന് പകരം -2 കൊടുത്തു നോക്ക്. -2 കൊടുത്താൽ ഈ ടേം 0 ആയിപ്പോ, ഈ ടേമും 0 ആയിപ്പോ, ഇവിടുത്തെ വാല്യൂ കിട്ടും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സിന് പകരം -2 കൊടുക്കാം. എക്സ് ഈക്വൽ ടു -2. എക്സ് -2 ആണെങ്കിൽ ലെഫ്റ്റിൽ -2 ആൻഡ് ഈ ടേം ഇവിടെ -2 കൊടുക്കുമ്പോൾ -2 + 2 ഇത് 0 ആയിപ്പോ എഴുതണ്ട. ഇവിടെ -2 + 2 ഇതും 0 ആയിപ്പോ എഴുതണ്ട. അപ്പൊ നിങ്ങൾക്ക് c ഇൻറ്റു -2 -1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. -3 -3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പൊ c ഇൻറ്റു 9 ഈക്വൽ ടു -2 എന്ന് കിട്ടും. അങ്ങനെയാണ് സിന്റെ വാല്യൂ എന്താ? -2/9. അപ്പൊ എന്ത് കിട്ടി? സിയും കിട്ടി. അപ്പൊ എന്തൊക്കെ കിട്ടിയത്? ഇപ്പൊ ബിയും കിട്ടി, സിയും കിട്ടി. പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേണ്ടത് എന്താ? എ ആണല്ലേ. അപ്പൊ എന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതാ ഇനി കൊടുക്കുക? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് കൊടുക്കട്ടോ. കാരണം സ്പെസിഫൈ ആയിട്ട് നമുക്ക് ഇനി ഏതും കൊടുക്കാനില്ല അല്ലേ. കറക്റ്റ് 0 ആക്കുന്നത് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് കൊടുത്തോ. ഞാൻ എക്സ് ഈക്വൽ ടു 0 കൊടുത്തു. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇഷ്ടമുള്ളതൊന്നും കൊടുക്കുന്നതേ ഉള്ളേ. ലെറ്റ് എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതാ ലെഫ്റ്റ് സൈഡിൽ 0 വരും. ഇവിടെ 0 - 1 0 - 1 എന്ന് പറഞ്ഞാൽ -1 0 + 2 എന്ന് പറഞ്ഞാൽ 2 2 × -1 എന്ന് പറഞ്ഞാൽ -2 - 2a എന്ന് വരും. അപ്പൊ a × -2. ഇനി ഇവിടെ നോക്കി, ഇവിടെ 0 കൊടുക്കുമ്പോൾ 2b എന്ന് വരും പ്ലസ് 2b ആൻഡ് ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 - 1 -1 സ്ക്വയർ 1. അപ്പൊ 1 × c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് c കിട്ടുക. കറക്റ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയും ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ 0 കൊടുത്തപ്പോൾ 0 - 1 -1 × 2 എന്നാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ -2 എന്ന് എഴുതിയത്. ഇനി നോക്കിക്കേ, നമുക്ക് വേണ്ടതേ എന്റെ വാല്യൂ. ഈ -2 ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പൊ 2a ഈക്വൽ ടു 2b + c എന്ന് വന്നു. ബിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3. അപ്പൊ 2 × 1/3 പ്ലസ് സി എന്ന് പറഞ്ഞാൽ -2/9 ആണ്. അപ്പൊ -2/9. അതായത് എടാ എന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ 2/3 - 2/9 ആണുള്ളത്. 2/3 - 2/9 ഇവിടെ ഞാൻ × 3 ചെയ്യുന്നു. × 3 ചെയ്യുമ്പോൾ ഇതാ × 3 അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? 6 അല്ലേ. 6 - 2 4 4/9 എന്നാ കിട്ടുക. അപ്പൊ 2a ഈക്വൽ ടു നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2a ഈക്വൽ ടു 4/9 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ വാല്യൂ എന്തായിരിക്കും? ഈ 2 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 4/2 എന്ന് കിട്ടും. സോ a ഈക്വൽ ടു 2/9 ആയിരിക്കും. കറക്റ്റ് ആണോ എന്ന് ചെയ്ത് നോക്കട്ടോ. എന്റെ വാല്യൂ നിങ്ങൾക്ക് അവിടെ 2/9 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി ഇതിനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതിക്കൂടെ? ഇതാണ് ഫോം. അങ്ങനെയാണെങ്കിൽ എടാ അതാ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ. ഇന്റഗ്രൽ x ബൈ x - 1 ഹോൾ സ്ക്വയർ അല്ലേ. x - 1 ഹോൾ സ്ക്വയർ x + 2 x - 1 ഹോൾ സ്ക്വയർ ഇൻറ്റു x + 2 dx എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാറ്റി എഴുതിയത് ഇന്റഗ്രൽ. ഞാനിത് ഇതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ എഴുതാൻ പോവാണേ. എന്റെ വാല്യൂ എത്രയായിരുന്നു? 2/9. അപ്പൊ ദാ 2/9 ബൈ x - 1 dx പ്ലസ് അടുത്തത് ദാ b ബൈ x - 1 ഹോൾ സ്ക്വയർ. ബിന്റെ വാല്യൂ എത്രയാ? 1/3. അപ്പൊ ദാ 1/3 x - 1 ഹോൾ സ്ക്വയർ. പ്രശ്നമൊന്നുമില്ലല്ലോ. പ്ലസ് അടുത്തത് നോക്കിക്കേ, c ബൈ x + 2. സിന്റെ വാല്യൂ -2/9. അപ്പൊ ദാ -2/9 ബൈ x എത്രയായിരുന്നു? x + 2. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇതാ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് അറിയാവുന്നത് പോലെയൊക്കെ തന്നെ ഉള്ളത് x + 2 ആണ് കേട്ടോ. സോ നോക്കിക്കേടാ, ഈസിയാണ്. ഈ 2/9 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. 2/9 1/x - 1 എന്നാ വരിക. 1/x - 1 എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x - 1 പ്ലസ് ഇവിടെ 1/3 കോൺസ്റ്റന്റ് ആണ്. അത് ഞാൻ പുറത്തെടുത്തു. 1/x - 1 അല്ല, x - 1 ഹോൾ സ്ക്വയർ ആ. ഇപ്പൊ എങ്ങനെയാ ചെയ്യാം? x - 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? എടാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രൽ 1/x² ആയിരുന്നെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ -1/x + c. ഓർക്കുന്നുണ്ടോ? 1/x² dx ആണെങ്കിൽ -1/x + c അല്ലേ? അതാ നമ്മൾ ഇതിന് x⁻² എന്ന് എഴുതും. x⁻² ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ x⁻² -2 + 1/-2 + 1. അപ്പൊ x⁻1 ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. -1 മുകളിലോട്ട് പോയി x⁻1 ഡിനോമിനേറ്ററിലേക്ക് വന്നു. -1/x ഓൾറെഡി പഠിച്ചതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല ഉള്ളത്, x - 1 ഹോൾ സ്ക്വയർ എന്നാണ് ഉള്ളത്. അപ്പൊ നമുക്കത് മാറ്റി എഴുതാം. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ. ഇവിടെ -2/9 കോൺസ്റ്റന്റ് പുറത്തിറക്കി 1/x + 2 1/x + 2 ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് മോഡ് x + 2. ലാസ്റ്റ് നിങ്ങളുടെ c. ഇനിതാ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഇതിനും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. 2/9 ലോഗ്, ഇത് ഞാൻ ഒരുമിച്ച് ചെയ്തട്ടെ. ഇവിടെ ഒരു 2/9 ഇല്ലേ, അപ്പൊ 2/9 കോമൺ എടുത്താൽ ലോഗ് മോഡ് x - 1 മൈനസ് ലോഗ് മോഡ് x + 2. ഇങ്ങനെ എഴുതുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. യെസ്. ഇനി അങ്ങനെയാണ് നോക്കിക്കോ. അടുത്തത് ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയതാണ്. പ്ലസ് 1/3 ഇൻറ്റു എടാ ഇന്റഗ്രൽ 1/x ആണ്, സോറി ഇന്റഗ്രൽ 1/x² ആണെങ്കിൽ -1/x. ഇപ്പൊ ഇവിടെ എക്സിന് പകരം ആരാ?
എക്സ് മൈനസ് വൺ. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ വരിക എന്താ ഇൻറ്റു -1 എക്സിന് പകരം എക്സ് മൈനസ് വൺ. പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു, ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അടുത്ത സ്റ്റെപ്പിൽ 2/9 ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം log a/b, അതായത് log x മൈനസ് 1/x+2. അപ്പൊ ഇത് കിട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇത് മൈനസ് പുറത്ത് വരും, അപ്പൊ -1/3 എന്നാണ് ഇവിടെ വരിക. -1/3 ഇൻറ്റു 1/x മൈനസ് 1 പ്ലസ് ലാസ്റ്റ് ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് c. ഇത്ര എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ആൻസർ. റെഡി അല്ലേ? നോക്കിക്കേ. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ഈ 2/9 ഇതിന്റെ പവറിലാക്കി എഴുതാം, എഴുതിയില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പാർഷ്യൽ ഫ്രാക്ഷൻ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫാക്ടേഴ്സ് ആയിട്ടല്ല ഉള്ളത്. അപ്പൊ ഇതിനൊന്ന് ഫാക്ടേഴ്സ് ആക്കിയിട്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് നോക്കാം. സിമ്പിൾ ആണടാ. ഞാൻ ആദ്യം ഫംഗ്ഷനാ 1/1 + x + x² + x³ അല്ലേ, ഇതിനൊന്ന് ഞാനൊന്ന് ഫാക്ടർ ആക്കാൻ പോവാണ്, ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പോവാണ്. ഈ x² ഇവിടെ ഞാൻ മാറ്റിയിട്ട് ഈ 1/1 + x അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ x² ഞാനൊന്ന് കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ x² എടുത്താൽ പിന്നെ അവിടെ 1 മാത്രമേ ഉണ്ടാവും. x³ x² എടുത്താൽ പിന്നെ അവിടെ x മാത്രമേ ഉണ്ടാവും. ശരിയല്ലേ? ഒന്നുകൂടി അടിപൊളിയാക്കി എഴുതിയാൽ 1/ ഇവിടെ ഒരു 1 + x ഉണ്ട്, ഇവിടെ ഒരു 1 + x ഉണ്ട്. അപ്പൊ 1 + x ഇൻറ്റു ഇവിടെ ആര് മാത്രമേ ഉള്ളൂ x². ഇവിടെ 1 + x എടുത്തപ്പോൾ 1 + x കൂടെ ഉള്ളത് 1 അപ്പൊ 1 പ്ലസ് ഇവിടുന്ന് 1 + x എടുത്തപ്പോൾ അതിന്റെ കൂടെ ഉള്ളത് x². അപ്പൊ ഇങ്ങനെ എനിക്ക് എഴുതിക്കൂടെ 1 + x ഇൻറ്റു 1 + x² എഴുതിക്കൂടെ? അതാ ഒന്നുകൂടി പറഞ്ഞുതരാം. 1 + x ഇവിടുന്ന് നമ്മൾ കോമൺ എടുത്തു, ഇവിടുന്നും കോമൺ എടുത്തു. അപ്പൊ 1 + x എടുത്തപ്പോൾ ഇതിന്റെ കൂടെ ഉള്ളത് എന്താ 1 അല്ലേ? ഇതാ 1 ഇൻറ്റു 1 + x 1 + x. ഇതിന്റെ ഈ 1 + x ഇവിടെ കൂടെ ഉള്ളത് ആരാ x². അപ്പൊ ഇങ്ങനെ എഴുതി. നിങ്ങൾ നോക്കിക്കേ, ഇതിനെ എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതി കൂടെ? പ്രശ്നമൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ dx/1 + x ഇൻറ്റു 1 + x². അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 1 + x² എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ലീനിയറാ, ഇതൊരു ക്വാഡ്രാറ്റിക്കുവാ. ശരിയല്ലേ? ദിസ് ഈസ് എ ലീനിയർ ആൻഡ് ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക്. ക്വാഡ്രാറ്റിക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോന്ന് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അത്? നിങ്ങൾ എഴുതേണ്ടടുത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാവും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൂ. കോൺസ്റ്റന്റ് ബൈ ഫസ്റ്റ് ലീനിയർ, അതായത് 1 + x എന്ന് പറഞ്ഞാൽ x+1 പ്ലസ് ക്വാഡ്രാറ്റിക് വന്നാൽ നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ടത് bx+c/that ക്വാഡ്രാറ്റിക്. ആ ക്വാഡ്രാറ്റിക് ഏതാ? 1 + x². ശരിയല്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, കറക്റ്റാ. റെഡി. അങ്ങനെയാണ് എൻ്റെയും ബീൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. എൻ്റെയും ബീൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാ നോക്കിക്കേ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ 1/1 + x ഇൻറ്റു 1 + x². അപ്പൊ ഞാൻ അതിനൊന്ന് മാറ്റി ചെയ്താ 1/1 + x ഇൻറ്റു 1 + x². ഓക്കെ, പ്രശ്നമൊന്നുമില്ല. മാറ്റി നമ്മളിതാ ഇന്റഗ്രൽ ഇതിനല്ല കേട്ടോ നമ്മൾ എഴുതുന്നത്, ഇവിടെ മാറ്റിക്കൊള്ളാം നമുക്ക്. ഇതാ 1/1 + x ഇൻറ്റു 1 + x². അപ്പൊ ഇതിനാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഇതിനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല നമുക്ക്. സോ നോക്കിക്കേ, ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ 1 + x 1 + x². അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് 1 കിട്ടും. ആൻഡ് ഇവിടെ 1 + x ഇൻറ്റു 1 + x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു ഈ x+1 ഇവിടെ ഉണ്ട്, അവിടുന്ന് മുകളിൽ നിന്നും ക്യാൻസൽ ചെയ്തു. അപ്പൊ 1 + x² ആണ് അതിന്റെ കൂടെ ഉണ്ടാവുക. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത നോക്കി bx+c ഇവിടെ നിങ്ങൾ അതേപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക bx+c ഇൻറ്റു 1 + x². മുകളിൽ നിന്ന് 1 + x², താഴത്തുനിന്ന് 1 + x² ക്യാൻസൽ, ആൻഡ് കൂടെ ഉണ്ടാവുക 1 + x മാത്രം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. 1 + x or x+1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെങ്ങനെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് കിട്ടുക? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ? നമുക്ക് എന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം, ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം, സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, a ഇൻറ്റു 1 + x² പ്ലസ് bx+c ഇൻറ്റു 1 + c. ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഫംഗ്ഷൻസ് ഉള്ളത്. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മതി. ഫസ്റ്റ് നോക്കിക്കോ, ഇവിടെ എക്സിന് പകരം ഞാൻ -1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടേം മൊത്തം 0 ആയി പോലെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ അറ്റ് x = -1, എക്സിന് -1 കൊടുത്താൽ 1 ഈക്വൽ ടു a ഇൻറ്റു 1 + -1 ഹോൾ സ്ക്വയർ, 1 + -1 ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇത് മൊത്തം 0 ആയി പോകും. -1ന്റെ ഹോൾ സ്ക്വയർ എത്ര? 1 + 1 2a ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 = 2a എന്ന് കിട്ടും. ആൻഡ് എന്റെ വാല്യൂ എത്രയായിരിക്കും? 1/2. അപ്പൊ a 1/2 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബിന്റെയും സിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇനി ഒരു വഴിയില്ല.
ഒരു നിവർത്തിയില്ല. അപ്പൊ നിങ്ങൾ രണ്ട് ഭാഗത്തുള്ള കോയിഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റുകളുടെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക, എക്സിന്റെ കോയിഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സംഭവത്തിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കി. 1 = ഇങ്ങനെ വരിക, a + ax square plus bx into 1. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. bx plus bx square plus c plus cx. നോക്കിക്കേടാ, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ടേം എയും സിയും, ഇതല്ലേ കോൺസ്റ്റന്റ് വരുന്നത്. എക്സിന്റെ കോയിഫിഷ്യന്റ് ഉള്ളതാ, ഒരു ബി എക്സും ഉണ്ട്, ഒരു സി എക്സും ഉണ്ട്. എക്സിന്റെ കോയിഫിഷ്യന്റ് വരുന്നത്, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് വരുന്നതാ ഈ ഒരു എ എക്സ് സ്ക്വയർ ആൻഡ് ഈ ഒരു ബി എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 1 = ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് 1 മാത്രം. അപ്പൊ 1 = കോൺസ്റ്റന്റ് ടേമുകൾ ഇക്വേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇക്വേറ്റ് കോൺസ്റ്റന്റ് ടേംസ്. കോൺസ്റ്റന്റ് ടേമുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 = a + b എന്നാ. a + c എന്നാ. എന്റെ വാല്യൂ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അത് 1/2 ആ. അങ്ങനെയാണ് ഇവിടെ ആൻസർ വരും എന്താ, 1 = 1/2 + c. അതായത് ഈ 1/2 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ c = എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി, എയും കിട്ടി, സിയും കിട്ടി. ഇനി ബി അല്ലേ വേണ്ടത്. നോക്കിക്കേ, എയും കിട്ടി, ബിയും കിട്ടി. ax square ഉണ്ട്, bx square ഉണ്ട്. അതായത് ax square + bx square. അതായത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല. എക്സ് സ്ക്വയർ + ബി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് a + b × x square ഇങ്ങനെ എഴുതിക്കൂടെ. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ഇവിടെ ഉള്ളത് 0 അല്ലെ. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ കേട്ടോ. ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻസ് ഓഫ് ആരുടെ, എക്സ് സ്ക്വയറിൻ്റെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക. ഇനി നോക്കിക്കേടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇവിടെ a + b ഹോൾ സ്ക്വയർ × x square എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ളത് 0 ശരിയല്ലേ. വിച്ച് മീൻസ് a + b എന്ന് പറഞ്ഞാലും 0. എന്റെ വാല്യൂ 1/2 ആണ്. അപ്പൊ 1/2 + b എന്ന് പറഞ്ഞാൽ 0. സോ ബിന്റെ വാല്യൂ എന്തായിരിക്കും, -1/2. കിട്ടിയോ? കറക്റ്റ് അല്ലേ? നോക്കിക്കേ, അതായത് a + b × x square. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ളത് 0, വിച്ച് മീൻസ് a + b എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിന്റെ വാല്യൂ കിട്ടി. ഇനി നിങ്ങൾ ഇതിനെ അടിപൊളിയാക്കി എഴുതിക്കേ. എവിടെ ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വളരെ അടിപൊളിയാക്കി എഴുതാം. നോക്കിക്കേ, ഇന്റഗ്രൽ എന്താണുള്ളത്, 1/1 + x 1/1 + x × 1 + x ഹോൾ സ്ക്വയർ dx = നമ്മൾ ഇതിനെ എങ്ങനെ എഴുതിയത്, a/x + 1. a/x + 1. എന്റെ വാല്യൂ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്റെ വാല്യൂ 1/2. അപ്പൊ 1/2 x + 1 dx പ്ലസ് bx + c എന്നുള്ളത്. എടാ ബിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ബി എവിടെ, -1/2 അല്ലേ. അപ്പൊ -1/2 x പ്ലസ് സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. c 1/2 ആയിരുന്നു. അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ നിങ്ങൾ എന്താ ഇവിടെ എഴുതുക, x + 1 ഹോൾ സ്ക്വയർ. എന്തായിരുന്നുള്ളത്, 1 + x square അല്ലേ. യെസ്, 1 + x square. അപ്പൊ 1 + x square ആണുള്ളത്. x square + 1 എഴുതിയാലും കറക്റ്റ് കേട്ടോ, 1 + x square. അപ്പൊ നോക്കിക്കേടാ, ഇതിന് രണ്ടിനെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് സ്പ്ലിറ്റ് ചെയ്തോ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തോ. 1/2 കോൺസ്റ്റന്റ് പുറത്ത്, 1/x + 1 dx പ്ലസ് -1/2 കോൺസ്റ്റന്റ് ആൻഡ് ഇവിടെ വരിക x/1 + x square dx പ്ലസ് അടുത്തത് 1/2 കോൺസ്റ്റന്റ് പുറത്ത്, ഇന്റഗ്രൽ 1/1 + x square dx. സിമ്പിൾ ആയുള്ള കാര്യമാണ്, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. എടാ ഇത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. log mod x + 1 ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ വകുപ്പ്? നോക്കിക്കേ, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന അതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ log mod that function. അപ്പോൾ 1 + x square ഇന്റഗ്രേറ്റ് ചെയ്താൽ 2x. അപ്പോൾ ഇവിടെ ഒരു × 2 ഇട്ട് കൊടുക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെ അങ്ങനെ × 2 ഇട്ട് കൊടുത്താൽ ഇവിടെ 1/2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റാ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് 1/1 + x square അറിയാം, tan inverse x. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിക്കേ, 1/2 1/x + 1 എന്ന് പറഞ്ഞാൽ log mod x + 1. ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇവിടെ -1/4 എന്ന് വരും, -1/4. നോക്കിക്കേ, ഇത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഉള്ളത്, f' ആണ് ഇവിടെ ഉള്ളത്. ഇതാ ഫംഗ്ഷനാ. അങ്ങനെയാണെങ്കിൽ log mod that function എന്നാണ് ആൻസർ വരിക. അപ്പൊ നോക്കിക്കേ, log mod that function അതേതാ, 1 + x square പ്ലസ് 1/2 × 1/1 + x square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഡെറിവേറ്റീവാ, സോറി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക, tan inverse x. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാ 1/2 log x + 1 -1/4 log 1 + x square plus 1/2 tan inverse x + c. സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത്രയേ ഉള്ളൂ, ഈസി ആണല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുകൂടി ചെയ്യണം. ഇതുകൂടി നമുക്ക് ഇത് ഒരു പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പും കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. നോക്കിക്കേ, ഇങ്ങനത്തെ ടൈപ്പ് വന്നാൽ, ഇത് ടൈപ്പിൽ ഏത് വന്നാലും കിട്ടും. അതായത് dx/x × x⁻n + 1 എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിൽ വന്നാൽ
എക്സ് റൈസ് ടു എൻ പ്ലസ് 1. ഈ ഒരു ടൈപ്പിൽ വന്നാൽ നമ്മൾ ഇതാ ചെയ്യേണ്ടത്. പാർഷ്യൽ ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടോ എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാന്നുള്ളത്? എടാ ഇവിടെ എക്സ് റൈസ് ടു 7 അല്ലേ? എക്സ് റൈസ് ടു 7 ഞാൻ ഇവിടെ ടി എന്ന് എടുക്കാൻ പോവാ. ടി ഈക്വൽ ടു എക്സ് റൈസ് ടു 7 ആണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡി ടി ഈക്വൽ ടു എക്സ് റൈസ് ടു 7 എക്സ് റൈസ് ടു 6 ഡി എക്സ്. ശരിയല്ലേ? അപ്പൊ എക്സ് റൈസ് ടു 6 ന്യൂമറേറ്ററിൽ വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇവിടെ ഡി എക്സ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എക്സ് റൈസ് ടു 7 പ്ലസ് 1 ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു എക്സ് റൈസ് ടു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു എക്സ് റൈസ് ടു 6. പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുക എക്സ് റൈസ് ടു 6 ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 6 ഇൻറ്റു എക്സ്, അതായത് എക്സ് റൈസ് ടു 7 പ്ലസ് 1. ഇനി അടുത്ത സ്റ്റെപ്പില് എക്സ് റൈസ് ടു 7 നമ്മൾ ടി എന്നാ കൊടുത്തത്. എക്സ് റൈസ് ടു 6 ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഡി ടി ഈക്വൽ ടു 7 എക്സ് റൈസ് ടു 6 ഡി എക്സ്. ഈ 7 ഇങ്ങോട്ട് എടുത്തോ. അപ്പൊ ഡി ടി ബൈ 7 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 6 ഡി എക്സ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും അവിടെ മാറ്റി കൊടുക്കുക. ടി ഈക്വൽ ടു എക്സ് റൈസ് ടു 7. അപ്പൊ എക്സ് റൈസ് ടു 6 ഡി എക്സ് ആണെങ്കിൽ ഡി ടി ബൈ 7 ഡിവൈഡഡ് ബൈ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. എക്സ് റൈസ് ടു 7 ടി, അപ്പൊ ദാ ടി ഇൻറ്റു ടി പ്ലസ് 1. ഒരു പ്രശ്നവുമില്ല. ഈ 1/7 കോൺസ്റ്റന്റ് പുറത്ത്. അപ്പൊ 1/7 ഡി ടി ബൈ ടി ഇൻറ്റു ടി പ്ലസ് 1. ടി ഇൻറ്റു ടി പ്ലസ് 1. എടാ നോക്കിക്കേ, ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തുകൂടെ? ചെയ്യാം. ഇതൊരു ലീനിയർ ആണ്, ശരിയാണല്ലോ. ഇതൊരടുത്ത ലീനിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് മാറ്റാൻ പോവാണേ. 1/7 അവിടെ ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനൊന്ന് മാറ്റാൻ പോവാം. അതായത് 1/t ഇൻറ്റു ടി പ്ലസ് 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കോൺസ്റ്റന്റ് ബൈ ഫസ്റ്റ് ലീനിയർ പ്ലസ് കോൺസ്റ്റന്റ് ബൈ അടുത്ത ലീനിയർ. ഇങ്ങനെ എഴുതുന്നതിന് തെറ്റൊന്നുമില്ല. ടി പ്ലസ് 1 ആണ്. സോ ഇനി ഞാൻ ടി ഇൻറ്റു ടി പ്ലസ് 1 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യാം, മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് ആൻസർ കിട്ടുക 1 ഈക്വൽ ടു ഇവിടെ ടി ഇൻറ്റു ടി പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടിയും ക്യാൻസൽ ചെയ്തു. അപ്പൊ എ ഇൻറ്റു ടി പ്ലസ് 1 എന്നാ വരിക. പ്ലസ് ബി ഇൻറ്റു ഇവിടെ ടി ഇൻറ്റു ടി പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി പ്ലസ് 1 ക്യാൻസൽ ചെയ്തു. അപ്പൊ ബി ഇൻറ്റു ടി എന്നാ വരിക. ഇനി ശ്രദ്ധിച്ചു, സിമ്പിൾ ആയിട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടിക്ക് പകരം നമ്മൾ 0 കൊടുത്തു നോക്ക്. ടി 0 ആണെങ്കിൽ ഈ ടേം 0 ആയില്ലേ? അപ്പൊ 1 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് 1 എന്നാ വരിക. 1 പ്ലസ് 1 അതായത് 2a ഈക്വൽ ടു 1 വരും. കറക്റ്റ് അല്ലേ? സോറി, ടിക്ക് പകരം 0 അല്ലേ കൊടുത്തത്. അപ്പൊ 0 പ്ലസ് 1. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക 1 ഈക്വൽ ടു എ എന്നാ. അപ്പൊ എന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് ടിക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കണം? ഇത് 0 ആണെങ്കിൽ -1. അപ്പൊ ടിക്ക് പകരം -1 കൊടുത്താൽ ലെഫ്റ്റിൽ 1 ഉണ്ട്. 1 ഈക്വൽ ടു ഈ ടേം 0 ആയി പോയി. എ ഇൻറ്റു 0 എന്ന് വന്നു. പ്ലസ് അവിടെ സംഭവിക്കുക ബി ഇൻറ്റു -1 എന്നാ. അതായത് 1 ഈക്വൽ ടു മൈനസ് ബി എന്ന് വരും. സോ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? -1. അപ്പൊ എയും കിട്ടി, ബിയും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിനെ മാറ്റി എഴുതണം. അപ്പൊ നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/7 ഇൻറ്റു ഡി ടി ബൈ ടി ഇൻറ്റു ടി പ്ലസ് 1 ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ 1/7 അവിടെ കോൺസ്റ്റന്റ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ 1/7 ഇൻറ്റു ഡി ടി ബൈ ടി ഇൻറ്റു ടി പ്ലസ് 1 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ മാറ്റി ചെയ്തു നോക്കിക്കേ. നമ്മുടെ എയുടെ വാല്യൂ എ ബൈ ടി. അപ്പൊ 1/7 എന്തായാലും നമുക്ക് പുറത്തിടല്ലേ അല്ലേ? എ ബൈ ടി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അല്ലേ? അപ്പൊ ഇന്റഗ്രൽ 1/t ഡി ടി പ്ലസ് അതേപോലെ തന്നെ ബിന്റെ വാല്യൂ എന്താ കിട്ടിയത്? -1. അപ്പൊ -1/t പ്ലസ് 1. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനൊന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്തേ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1/7 ഇൻറ്റു 1/t ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് മോഡ് ടി. ഇതാ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് പുറത്തിറങ്ങും. അപ്പൊ ലോഗ് മോഡ് ടി പ്ലസ് 1 ആണ് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ വരിക. സോ ലാസ്റ്റ് ഒരു സി കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ 1/7 ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞ ഫോർമുല. അപ്പൊ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. സോ ലോഗ് എ ബൈ ലോഗ് ബി. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ വരിക. ആൻഡ് ടിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് റീപ്ലേസ് ചെയ്ത് കൊടുത്തോ. ലോഗ് ഓഫ് ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് എക്സ് റൈസ് ടു 7 ആണ്. അപ്പൊ എക്സ് റൈസ് ടു 7 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 7 പ്ലസ് 1. ഓക്കെ, പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. ഈസി ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കിയിട്ട് ഒന്നുകൂടി കണ്ടു നോക്കട്ടോ. ആ ക്വസ്റ്റ്യൻ ഒക്കെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് വരാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ച് വർക്ക് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ഇതുകൂടി നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ഇന്റഗ്രൽസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഈ ചാനലിൽ അഥവാ നിങ്ങൾ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.